മലപ്പുറം നിലമ്പൂർ അകമ്പാടത്താണ് താമസിക്കാൻ ഒരു സൗകര്യവുമില്ലാതെ ഒരു ആദിവാസി കുടുംബത്തിന്റെ ദയനീയത. അതാണ് 24 ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശ്രീ പി കെ ബഷീർ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി കെ ബഷീർ, അകമ്പാടം എനിക്ക് തോന്നുന്നു അത് താങ്കളുടെ മണ്ഡലത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ എത്രത്തോളം ദുരവസ്ഥയാണ് ഇവർക്കുള്ളത് എന്നത് താങ്കളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒരു ഇടപെടലാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത്. ശ്രീ പി കെ ബഷീർ, ഈ വിഷയം ഇന്ന് രാവിലെയാണ് എന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഇതുവരെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കായിരുന്നു. ഏതായാലും നിങ്ങൾ 24 ഇപ്പോൾ ഈ ന്യൂസ് വന്ന സ്ഥിതിക്ക് ഞാൻ ഗൗരവമായി ഇടപെട്ട് നാളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ച് അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കും. എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടതെന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഒന്നാമത് ഈ ആദിവാസി മേഖലയിൽ ഈ ഭൂമി ഒരു വഹിച്ചിടണം. പിന്നെ ഇതൊക്കെ ലൈഫിൽ കൊടുക്കും. ആദിവാസി മേഖലയിലെ ഫണ്ടുകളൊക്കെ സർക്കാർ വെട്ടിക്കുറച്ചു. 55-60% ഫണ്ടാണ് വെട്ടിക്കുറച്ച്. പിന്നെ എങ്ങനെ ഇവർക്ക് നോക്കാം, പറയാനും പബ്ലിസിറ്റി ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഏതായാലും നിങ്ങൾ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയോണ്ട് ഇതിന്റെ ഈ അവരുടെ ആ ദുരിതം അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവായ ഒരു നടപടി ഉണ്ടാകും. അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഞാൻ ജില്ലാ കലക്ടറേറ്റും ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറോടും ബന്ധപ്പെടുന്നുണ്ട്. നാളെ ജില്ലാ പട്ടിക വികസന ഓഫീസറെ ആ സ്ഥലം പോയി സന്ദർശിച്ച് റിപ്പോർട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ നിരക്ക് എങ്ങനെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഏതായാലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വളരെ നന്ദിയുണ്ട്. ശ്രീ പി കെ ബഷീർ, ഇവരിപ്പോൾ അപേക്ഷ നൽകിയിട്ട് കാലങ്ങൾ കുറേയായി എന്നാണ് പറയുന്നത്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. 21 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ആട്ടിൻകൂട്ടിൽ കഴിയുന്നവരുണ്ട്. കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇരുന്നുറങ്ങും എന്ന് പറയുന്നത് ആ വന്ധ്യവയോധികയാണ്. ശ്രീ പി കെ ബഷീർ, ഈ അപേക്ഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീരുമാനം എടുക്കണ്ടേ? ലിസ്റ്റ് കൊടുത്തിട്ട് ലിസ്റ്റിൽ ഒരു തീരുമാനം എടുക്കൂല. പഞ്ചായത്തിനെ കൊണ്ട് തീരുമാനം കഴിയില്ല. ഓരോ പുതിയ ഓരോ ഉത്തരവുകൾ ഇറങ്ങും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ വരുമ്പോൾ എലിജിബിൾ ആവില്ല. പിന്നെ പട്ടികവർഗ വികസന വകുപ്പിന് കൊടുക്കുന്ന ഫണ്ട് അത് വെട്ടിക്കുറക്കും. അതാണ് ഇതിലൊരു പ്രശ്നം. ഏതായാലും ഞാൻ നിങ്ങൾ പറഞ്ഞത് ഗൗരവമായിട്ട് എടുക്കാം. ഗൗരവമായിട്ട് എടുത്തിട്ട് അവർക്കൊരു പരിഹാരം, നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അവിടെ ചെറിയൊരു വിഷയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്, ഞാൻ ആ ഭൂമി സംബന്ധമായ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കട്ടെ. ഭൂമി അവിടെ ഏതെങ്കിലും ക്ലിയർ ആയി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റി താമസിപ്പിക്കാനോ മറ്റുള്ള സൗകര്യങ്ങൾക്ക് നമുക്ക് മുൻകൈ എടുക്കാം. അത് ഞാൻ മുൻകൈ എടുക്കും. അതാണ് അടിയന്തരമായി ഇവർക്ക് ഒരു താമസ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് താൽക്കാലികമായി. അതിനുശേഷം സ്ഥിരമായി ആ തരത്തിലേക്കല്ലേ ഇവർക്ക് സൗകര്യം വേണ്ടത്. താൽക്കാലികമായി നമുക്ക് ഒരു സംവിധാനം ആലോചിക്കാം. അത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ബന്ധപ്പെട്ട അവിടെ തന്നെ ആളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ വിഷയം തന്നെ ഞാൻ ആ ഭാഗത്തിലെ ആൾക്കാരെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കും. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് അവർ വാടക വീട്ടിലേക്ക് എവിടെ താമസിപ്പിക്കാൻ പറ്റുമോ നോക്കും. പിന്നെ ഒരു ചെറിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വാടക വീട്ടിലെടുത്ത് അവർ അങ്ങോട്ട് പോകണം. അതും കൂടി ഉണ്ട് ഈ കാര്യത്തിൽ. അതെ, അവരുമായി താങ്കൾ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഞാൻ സംസാരിക്കും കേട്ടോ. അവരുടെ ഒരു അവസ്ഥ നേരിട്ട് കാണുക എന്നുള്ളതും പ്രധാനമാണല്ലോ ശ്രീ. ഞാനിപ്പോ വിളിച്ചത്, ഞാനിപ്പോ വേറെ സ്ഥലത്താണ്. പക്ഷെ ഞാൻ ഇന്ന് ഏതായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഞാൻ അടുത്ത ഒരു മൂപ്പനെ മറ്റുള്ളവരൊക്കെ വിളിച്ച് സംസാരിച്ച് അവിടെയുള്ള നമ്മുടെ പഞ്ചായത്തുകാരെയും അവിടെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ സാമൂഹ്യ പ്രവർത്തകരെ, അവരൊക്കെ വിളിച്ചിട്ട് അത് പോയി പരിശോധിച്ചിട്ട് വാടക കൊടുക്ക താമസിപ്പിക്കണമെങ്കിൽ അത് അർജന്റായിട്ട് നമുക്ക് ചെയ്യും. അത് നമുക്ക് ചെയ്യാം കേട്ടോ. വളരെ നന്ദി ശ്രീ പി കെ ബഷീർ. അദ്ദേഹം ഉറപ്പ് നൽകുകയാണ് ഒരു സൗകര്യമുണ്ടാക്കും. താത്കാലികമായി അവരെ അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യം, അതിനുശേഷം അവർക്ക് സ്ഥലം ലഭ്യമാക്കുന്നതിലൊക്കെയുള്ള ഇടപെടൽ ഉണ്ടാകും. ചില പരിമിതികളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.